ഒരുപാട് പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. ജപ്പാൻ 3-1 ജയിക്കും അല്ലെങ്കിൽ 2-1 ജയിക്കും എന്നൊക്കെ. ഈ വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ വരുമ്പോൾ സത്യത്തിൽ ബ്രസീലിന്റെ കളിശൈലിയെ കൃത്യമായിട്ട് പരിചയമുള്ള ബ്രസീലിന്റെ ഫാൻസിന് പോലും അറിയില്ലായിരുന്നു ബ്രസീൽ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്. കാരണം നോർത്ത് അമേരിക്കയിലേക്ക് വന്ന ബ്രസീൽ ടീമിന്റെ ഏറ്റവും ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ടീമായിരുന്നു. അതായത് ഒന്നും സാധാരണ ഇപ്പോൾ ഒരു ടാലിസ്മാൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ 9-ലും 10-ലും കളിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ അവർക്കില്ലായിരുന്നു. നെയ്മറിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി, പക്ഷേ നെയ്മർ എത്രത്തോളം അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് ആർക്കും യാതൊരു പരിചയമില്ലായിരുന്നു, അല്ല ആർക്കും യാതൊരു ഉറപ്പുമില്ല. നെയ്മർ ഒരു ആവേശമായി നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊരു ലിമിറ്റേഷൻ. രണ്ടാമത് ഒരു സ്ട്രോങ് മിഡ്ഫീൽഡ്, ഇപ്പോൾ ഫ്രാൻസിനുള്ള മാതിരി അല്ലെങ്കിൽ അർജന്റീനയ്ക്കുള്ള മാതിരിയുള്ള സ്ട്രോങ് മിഡ്ഫീൽഡ് ബ്രസീലിന് പറയാനില്ലായിരുന്നു. ആകപ്പാട് ഒരു സുപ്രധാന നെയിം ഉണ്ടായിരുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുള്ള കാസമിരോ ആയിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ബ്രസീലിന്റെ കളിശൈലി അറിയാവുന്ന, അതായത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ഏറ്റവും അഗ്രസീവായ ഒരു കളിശൈലി, അതോടൊപ്പം തന്നെ ക്രിയേറ്റീവുമായിട്ടുള്ള ഒരു കളിശൈലി, അതാണ് ബ്രസീലിന്റെ കളിശൈലി. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്രസീലിന്റെ കളിയെന്നുള്ളത്. പക്ഷെ ബ്രസീൽ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പം ആ കളിശൈലിയെ സാധാരണ ഒട്ടുമിക്ക വേൾഡ് കപ്പിലും ബ്രസീലിനെ ഹെൽപ്പ് ചെയ്ത് മുമ്പ് കാർലോസ് കഫോ, മാർസലോ, മൈക്കൺ ഇങ്ങനെയുള്ള ഒരു വിങ്ങിലൂടെ ബോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് എതിർ ടീമിന്റെ മിഡ്ഫീൽഡിനെയും ഡിഫൻസിനെയും കൃത്യമായി ആക്രമിച്ച് മുഴഞ്ഞു കയറി ഗോളുകൾ ഈ പറയുന്ന 9-10 എത്തിച്ചു കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ഫുൾ ബാക്സ്, അത് നല്ല ഫുൾ ബാക്സ് ബ്രസീലിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രസീൽ പിന്നെ ഒരു നല്ല ടീമല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ലെവലിലെ മത്സരങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. പക്ഷെ എന്നാലും ബ്രസീലിൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ അഡ്വാൻറ്റേജ് ആണ് ഒരു വിനീഷ്യസ് ജൂനിയർ. പിന്നെ ഏത് സമയത്തും ഏറ്റവും നല്ലതുപോലെ ഒരു ടീമിനെ പെർഫോം ചെയ്യിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള, അല്ലെങ്കിൽ ഒരു ടീമിന്റെ കഴിവിനെ കൃത്യമായിട്ട് പുറത്തെടുക്കാൻ കപ്പാസിറ്റിയുള്ള കാർലോ ആഞ്ചലോട്ടി. ഒരു 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 ചെറിയ കോച്ചല്ല, അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ ടീമുകളുടെ, നാഷണൽ ടീമുകളുടെ കോച്ചുമാരെ പറയുന്ന കൂട്ടത്തിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോച്ചല്ല ആഞ്ചലോട്ടി. ആഞ്ചലോട്ടി എന്ന് പറയുന്നത് മിലാനിലാണെങ്കിലും റയൽ മാഡ്രിഡിലാണെങ്കിലും ബയൺ മ്യൂണിച്ചിലാണെങ്കിലും കൃത്യമായിട്ട് തൻ്റെ അഡ്രസ്സ് തെളിയിച്ചാണ്. അതോടൊപ്പം തന്നെ ഈസ് എ മാസ്റ്റർ ഓഫ് സ്ട്രാറ്റജീസ്. അത് ഇന്നലെ ജപ്പാനായിട്ട് കളിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വറി എന്താണെന്നുള്ളത്, ജപ്പാൻ ഒരു ഓർഗനൈസ്ഡ് ടീമാണ്. എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷനിൽ ജപ്പാൻ കളിക്കുന്നത് ഒരു മിലിറ്ററി ഫുട്ബോളാണ്. കാരണം ജപ്പാനീസ് ലൈഫ് സ്റ്റൈല് കൃത്യമായിട്ട് അവരുടെ എല്ലാ സംഗതികളിലും കാണാം, അത് അവരുടെ ഫുട്ബോളിലും കാണാം. ഒരു വളരെ ഓർഗനൈസ്ഡ് ഗെയിമാണ് കളിക്കുന്നത്, വിതൗട്ട് വൺ തിങ്. അതായത് അവരുടെ ക്രിയേറ്റിവിറ്റി, അതായത് ഫുട്ബോളിൽ എല്ലായ്പ്പോഴും എതിർ ടീമിനെ മറികടക്കാൻ എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കുന്ന ടീമിനും ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീമിന്റെ ക്രിയേറ്റിവിറ്റി. മൈനസ് ക്രിയേറ്റിവിറ്റിയാണ് ജപ്പാന്റെ കൈ. അപ്പം സ്വാഭാവികമായിട്ടും ജപ്പാൻ ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കുമ്പോൾ ഇത്രത്തോളം താളമില്ലാത്തൊരു ബ്രസീലിനെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. ജപ്പാൻ 3-1 ജയിക്കും അല്ലെങ്കിൽ 2-1 ജയിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഈ പ്രഡിക്ഷനെ അവരെങ്ങനെയാണ്, അതായത് ബ്രസീൽ എങ്ങനെയാണ് മറികടന്നത് എന്ന് ചോദിച്ചാൽ, നാലാമത്തെ ഒരു ഗെയിമിലേക്ക് അവർ എത്തുമ്പോൾ, 3 ഗ്രൂപ്പ് ഗെയിമിന് ശേഷം നാലാമത്തെ ഒരു ഗെയിമിലേക്ക് ബ്രസീൽ എത്തുമ്പോൾ അവരെ സംബന്ധിച്ചോളം ടീമിൻ്റെ ഇടയിൽ കൊഹിഷൻ ഡെവലപ്പ് ചെയ്യപ്പെടുക, ജപ്പാന്റെ വീക്ക് സ്പോട്ടുകളെ കൃത്യമായി അനലൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജി അവർ കണ്ടുപിടിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളിപ്പോൾ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ആ ഗോളുമായിട്ട് പിന്നെ മുമ്പ് ടോട്ടനത്തിനെതിരെ പണ്ട് ചെൽസിയുടെ മാനേജറായിരുന്നപ്പോൾ ജോസെ മൗറിഞ്ഞോ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഈ ബസ് പാർക്ക് ചെയ്യുക, അതായത് 2-3 ലെയർ ഡിഫൻഡേഴ്സിനെ വെച്ചിട്ട് ബസ് പാർക്ക് ചെയ്തിട്ടായിരുന്നു ജപ്പാൻ ബ്രസീലിനെതിരെ കളിച്ചത്. ആ ജപ്പാനെ ഓവർടേക്ക് ചെയ്യാൻ, അതായത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിന്റെ ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സും പിന്നെ സെക്കൻഡ് ഹാഫും ബ്രസീൽ അവരുടെ ശൈലി മാറ്റിയത് 3 തന്ത്രമാണ് അവർ സ്വീകരിച്ചത്. ഒന്നാമത്തേത് ബ്രസീൽ ടീമിന്റെ സ്പീഡിനകത്ത് ഒരു മാറ്റം വരുത്തി. സാധാരണ ആ ബോള് പിന്നെ ഓപ്പോസിഷൻ ഹാഫിൽ തട്ടിക്കളിക്കുന്നതിന് പകരം ഒരു ടീമിന്റെ സ്പീഡിൽ മാറ്റം വരുത്തിയിട്ട് അതിഭീകരമായിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഭീകര അറ്റാക്ക് വരുമ്പോൾ എത്ര ശക്തമായ ഡിഫൻസിനാണെങ്കിലും അതിനെ തടയാൻ പറ്റത്തില്ല. രണ്ടാമത്തത് ഹൈ ബോൾ കളിക്കും. ഒന്നാമത്തെ ഗോൾ വന്നത് നല്ലൊരു ഹൈ ബോളിലാണ്, കാസമീരോ ഹെഡ് ചെയ്യുന്നത് നല്ലൊരു എക്സലന്റ് ഹൈ ബോളിലാണ് ഒന്നാമത്തെ ഹെഡർ വരുന്നത്. രണ്ടാമത്തെ ഗോളും വരുന്നത് ഒരു സൂപ്പർ അറ്റാക്കിൽ നിന്നാണ് രണ്ടാമത്തെ ഗോളും വരുന്നത്. ഈ രണ്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ ക്രോസിങ്. അതാണ് അവരുടെ സ്ട്രാറ്റജിയിൽ ഉണ്ടായ മറ്റൊരു മാറ്റം. ഈ സ്ട്രാറ്റജി ഒരു മാറ്റുന്നതോടുകൂടി ബ്രസീൽ ഫാൻസിന് പോലും ഒരു റീജുവനേഷൻ ആണ്. അതായത് ബ്രസീൽ
തങ്ങൾ ഗ്രൂപ്പ് ലെവലിൽ കണ്ടൊരു ബ്രസീൽ ആയിരുന്നില്ല ഈ ബ്രസീൽ എന്ന്, ഇതൊരു എൻ്റയർലി ഡിഫറെൻറ്റ് ബ്രസീലാണ് എന്നുള്ളതെന്ന് അവർക്കൊരു റിയലൈസേഷൻ വരികയാണ്. അങ്ങനെയാണ് ഒരു പുതിയ ബ്രസീൽ വരുന്നത്. ഈ ബ്രസീലിന് എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ, ഈ ബ്രസീലിന് ലോകത്തിലെ ഏത് മികച്ച ടീം, അതിപ്പോൾ ഫ്രാൻസ് ആണെങ്കിലും അർജൻറ്റീന ആണെങ്കിലും നേരിടാൻ പറ്റും. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ബ്രസീലിനെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്.